കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ കാട്ടാക്കട വിളപ്പിൽശാല റോഡിലെ പഴയ സർക്കിൾ ഓഫീസിന് സമീപമാണ് സംഭവം. കാട്ടാക്കട കിള്ളി സ്വദേശി ഷമീറാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സ്ഥിരമായി ഭാര്യ ഉപയോഗിക്കാറുള്ള ബജാജ് സ്കൂട്ടർ ഇന്നലെ ഷമീർ എടുക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ജംഗ്ഷനിലെ പ്രധാന റോഡിൽ കൂടുതൽ തിരക്കായതിനാലാണ് എളുപ്പവഴിയിൽ പോകാനായി ഷമീർ ഈ വഴി തിരഞ്ഞെടുത്തത്. അതേസമയം ടയർ വേർപെട്ട് തെറിക്കുന്ന സമയം മറ്റ് കാൽനടയാത്രക്കാരോ വാഹനങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ അപകടമൊഴിവായി. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പെട്ടെന്ന് ടയർ ഊരിപ്പോവുകയും ചെയ്തതായി ഷമീർ പറഞ്ഞു. കൃത്യമായി സർവീസ് ചെയ്യാറുള്ള വാഹനമാണിതെന്നും സർവീസ് സെന്ററിലെ അപാകതയാകാം ഇത്തരത്തിൽ ടയർ വേർപെട്ട് തെറിക്കാനുള്ള കാരണമെന്നും ഷമീർ പറയുന്നു. അവിടുന്ന് കാട്ടാക്കട ചന്തയുടെ അവിടുന്ന് കാട്ടാക്കടയിലോട്ട് വരികയായിരുന്നു. കാട്ടാക്കട തിരക്കായതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കട്ടക്കോട് സൈഡിലേക്ക് തിരിഞ്ഞ് വരികയായിരുന്നു. വളരെ ഒരു 20-30 സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വണ്ടി ബാക്കിൽ സ്കിഡ് ചെയ്ത് ടയർ ഊരി തെറിച്ച് പോവുകയുണ്ടായിരുന്നു. വളരെ സ്പീഡ് കുറവായിരുന്നതുകൊണ്ട് വലിയൊരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എൻ്റെ വൈഫാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഇവരെ വിശ്വസിച്ച് ഈ ടയറൊക്കെ തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുള്ളത്. വലിയ ഹൈവേയിലൊക്കെ 120-160 സ്പീഡിലൊക്കെ പോണ വണ്ടിയെ ടയർ ഊരി പോകണം കണ്ടിട്ടുണ്ട്. 20-30 സ്പീഡിൽ പോണ വണ്ടിയുടെ ടയർ ഊരി പോയിരിക്കുന്നത് ആദ്യമായിട്ട് വല്ലാത്തൊരു അനുഭവമാണ്. എന്തോ ആരെയും ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ്. ആ ഷോക്കിൽ കാരണം എനിക്കൊന്നും അതിനകത്ത് നെറ്റ് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ക്ലോസിങ് ഒരു അടപ്പ് വരുന്നുണ്ട്. അതിന് ഇളക്കി നോക്കുമ്പോൾ നെറ്റ് ബോൾട്ടൊക്കെ അതിനകത്തുണ്ട്. ഇത് ലൂസായാണ് ഇളകി പോയിരിക്കുന്നത്. എന്താണ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം 2 വർഷമായി, 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. സർവീസ് എല്ലാം അതിൻ്റെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വണ്ടി കാണുമ്പോൾ അറിയാൻ പറ്റും.